ഹായ് മക്കൾസ്, എല്ലാവരും എക്സാമിനൊക്കെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ്, അതിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഞാൻ പഠിപ്പിച്ചു തന്നാലോ? നിങ്ങൾ നന്നായിട്ട് പഠിക്കുമോ? നന്നായിട്ട് പഠിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 5 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻ ഇതിനകത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഈ ഒരു ടോപ്പിക് ആയിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ചോദ്യം എന്താണെന്നല്ലേ? ഇത് തന്നെയാണ് നമ്മുടെ ചോദ്യം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബിസിനസ് ടുവേർഡ്സ് ഡിഫറെന്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? അതിന്റെ പ്രോഫിറ്റ് കിട്ടുന്ന വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരാണോ? ഡെഫിനറ്റ്ലി അത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഫോർ എക്സാമ്പിൾ, ബിസിനസ് തുടങ്ങിയ ആൾക്കാർ, അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ, അതിൽ നല്ല ലാഭം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ സാലറി കൂടൂ എന്ന് വിചാരിക്കുന്ന എംപ്ലോയീസ്, ഇനി അതും അല്ലെങ്കിൽ ഇതിന്റെ പ്രൊഡക്റ്റ് അടിപൊളി ആയാലേ നമുക്ക് നല്ല പ്രൊഡക്ട്സ് കിട്ടൂ എന്ന് വിചാരിക്കുന്ന കസ്റ്റമേഴ്സ്, ഇവർ നന്നായിട്ട് ടാക്സ് അടച്ചാലേ നമ്മുടെ ഗവൺമെന്റ് പ്രോപ്പറായിട്ട് പോകൂ എന്ന് വിചാരിക്കുന്ന ഗവൺമെന്റ്, ഇവർക്കൊക്കെ ബിസിനസ്സിൽ താല്പര്യമുള്ള ആൾക്കാർ തന്നെയാണ് അല്ലേ? അപ്പോൾ ഈ ആൾക്കാരോടൊക്കെ എന്ത് തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ കാണിക്കേണ്ടത് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം. 5 മാർക്കിന് നിങ്ങൾ അതിനുള്ള ഉത്തരം കൊടുക്കണം. റെഡിയാണല്ലോ? ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സിനോട് നമ്മൾ കാണിക്കേണ്ടുന്ന റെസ്പോൺസിബിലിറ്റിയാണ്. അവർ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് എന്താ തരുന്നത്? വെരി സിമ്പിൾ, അവർ നമുക്ക് തരുന്നത് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവർ തരുന്നതിന് നമ്മൾ അവർക്ക് വളരെ ന്യായമായിട്ടുള്ള ഒരു റിട്ടേൺ കൊടുക്കണമല്ലോ. അതാണ് നമ്മൾ ആദ്യം കാണിക്കേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി. അതുകൂടാതെ അവർ തന്നിട്ടുള്ള എമൗണ്ട് നമ്മുടെ കയ്യിൽ സേഫ് ആണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അത് നമ്മൾ കാണിക്കേണ്ടുന്ന 2ാമത്തെ റെസ്പോൺസിബിലിറ്റി. പിന്നെ ഈ ഷെയർ ഹോൾഡേഴ്സിന് പല ഇൻഫർമേഷൻസും ആവശ്യമായിട്ട് വരും. അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങോട്ട് തന്നിട്ടല്ലേ ഉള്ളത്. അപ്പൊ അവർക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആവശ്യമുണ്ടോ അത് വളരെ കൃത്യമായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനോട് അല്ലെങ്കിൽ ഓണേഴ്സിനോട് നമ്മൾ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ അത് സെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ 2ാമത് നമ്മൾ റെസ്പോൺസിബിലിറ്റി കാണിക്കണം എന്ന് പറയുന്നത്, നമുക്ക് വർക്കേഴ്സിനെ ചൂസ് ചെയ്യാം. നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ആദ്യം കിട്ടേണ്ടത് എന്താണെന്നറിയോ? നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ, നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ കിട്ടുന്നതിലൂടെ അവർക്ക് കൂടുതൽ ക്വാളിറ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഇവർക്ക് ഒരുപാട് ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഉണ്ട്, സ്പെഷ്യലി യൂണിയൻസ് ഒക്കെ ഫോം ചെയ്യാനുള്ളത്. നമ്മൾ ഒരിക്കലും പറയരുത് നിങ്ങൾ യൂണിയൻ ഒന്നും ഫോം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അവർക്ക് യൂണിയൻസ് ഒക്കെ ഫോം ചെയ്യാനുള്ള റൈറ്റ്സ് അനുവദിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള വളരെ ന്യായമായിട്ടുള്ള വേജസ് ആൻഡ് സാലറീസ് നമ്മൾ കൊടുക്കണം. അവർ ചെയ്യുന്ന ജോലിക്ക് ഇന്നത്തെ ലിവിങ് സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുന്ന സമയത്ത് എത്ര എമൗണ്ട് അവർക്ക് കിട്ടണം എന്നുണ്ടോ അത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. ഈ ഫെയർ എമൗണ്ട് നമുക്ക് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം? ഇൻഡസ്ട്രിയിൽ മറ്റെവിടെയൊക്കെ ഈ ഒരു വർക്കിന് എന്തൊക്കെ സാലറി കൊടുക്കുന്നുണ്ട്, അവർക്ക് കൊടുക്കുന്ന അലവൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വർക്കേഴ്സിനോട് നമ്മൾ കാണിക്കേണ്ടത് വളരെ മിനിമത്തിൽ ഈ 3 കാര്യങ്ങളാണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ആൾ ആരാന്നറിയോ? അടുത്തത് നമ്മുടെ കൺസ്യൂമേഴ്സ് ആണ്, അഥവാ നമ്മുടെ ഉപഭോക്താക്കളോട് നമ്മൾ കാണിക്കേണ്ടുന്ന ഉത്തരവാദിത്വമാണ്. എന്താ അത്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഒരു കൺസ്യൂമർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടുന്നത് എന്താ? നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ക്വാണ്ടിറ്റിയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ആവശ്യം. നിങ്ങൾ കൊടുക്കുന്ന പൈസക്ക് അനുസൃതമായിട്ടുള്ള ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് നിങ്ങൾക്ക് കിട്ടണം. അതല്ലേ നിങ്ങൾ ആദ്യം ആഗ്രഹിക്കുക? അത് തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതുകൂടാതെ അഡൾട്രേഷൻ, പുവർ ക്വാളിറ്റി, മിസ്ലീഡിങ് ആൻഡ് ഡിസ്ഹോണസ്റ്റ് അഡ്വർടൈസിങ്, കരിഞ്ചന്തകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഒരു തരത്തിലും ആസ് എ ബിസിനസ് ഓർഗനൈസേഷൻ നമ്മുടെ കൺസ്യൂമേഴ്സിനോട് അങ്ങനെ ചെയ്യാനേ പാടില്ല. സോ നമ്മൾ ഇതിനെതിരെ കൃത്യമായിട്ടുള്ള പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ കൺസ്യൂമേഴ്സിനോട് കാണിക്കാൻ പറ്റുന്ന മറ്റൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി അടുത്തത് എന്താണെന്നറിയോ? ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കും. നമ്മൾ അതിൻ്റെ പ്രൈസ് നോക്കും, നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കും, അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് നമ്മൾ നോക്കും അല്ലേ? അതിൻ്റെ കണ്ടൻസ് നമ്മൾ നോക്കും. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. വിച്ച് മീൻസ് നമ്മുടെ പർച്ചേസിങ് ഡിസിഷനെ ബാധിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ നമ്മൾ കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. എല്ലാ പ്രൊഡക്റ്റിൻ്റെ കവറിലും ഒരു ലേബലിംഗ് ഉണ്ടാവും അല്ലേ?
ഫുൾ ഡീറ്റെയിൽസ് ഉള്ള ഒരു കവർ ഉണ്ടാവാറില്ല. അതിനെയാണ് നമ്മൾ ലേബൽ അഥവാ ലേബലിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവണം. അത് നമ്മൾ കൺസ്യൂമേഴ്സിനോട് കാണിക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ്. ഇനിയുള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റി അഥവാ ഗവൺമെന്റിനോടും കമ്മ്യൂണിറ്റിയോടും നമ്മൾ എന്തൊക്കെയാണ് കാണിക്കേണ്ടത്? വളരെ സിമ്പിളാണ്. നമ്മൾ ഏത് രാജ്യത്താണോ നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, വെദർ പ്രൊഡക്ഷൻ ഓർ പ്രൊവൈഡിങ് സർവീസസ്, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? നമ്മൾ കൃത്യമായിട്ട് ടാക്സ് കൊടുത്തിട്ടുണ്ടാവണം. കൂടാതെ ആ രാജ്യത്തുള്ള അല്ലെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള നിയമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവണം. അതുകൂടാതെ നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ അവിടുത്തെ നാച്ചുറൽ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം. പരിസ്ഥിതി സംരക്ഷണം. ഈ പരിസ്ഥിതി സംരക്ഷണം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിൽ കൂടി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസ് കൊണ്ട് പരിസ്ഥിതിക്ക് ഒരു മലിനീകരണം ഉണ്ടാവരുത്. അത് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയോടും അതുപോലെ ഗവൺമെന്റിനോടും കാണിക്കുന്ന റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ദെൻ അതെങ്ങനെ നമ്മൾ ചെയ്യാന്നല്ലേ? വേസ്റ്റ് സാധനങ്ങളൊന്നും നമ്മൾ സോയിലിൽ ഡംപ് ചെയ്യരുത്, ലാൻഡിൽ ഡംപ് ചെയ്യരുത്, വാട്ടറിൽ ഡംപ് ചെയ്യരുത്. ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പുകകളും അല്ലെങ്കിൽ രാസവസ്തുക്കളൊന്നും നമ്മൾ പ്രകൃതിയിലേക്ക് പുറന്തള്ളരുത്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ പ്രകൃതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യണം. എന്നിട്ടൊരു നല്ല ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. എങ്ങനെയൊക്കെ ചെയ്യാം? എന്തെങ്കിലും എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ അല്ലെങ്കിൽ അത്തരം ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകൾ വെക്കാം. ഇനി അതും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടാകുന്ന സമയത്ത് സ്പോൺസർഷിപ്പുകൾ ചെയ്യാം. അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസ് കൊണ്ടും നമ്മളെപ്പോഴും അവരുമായിട്ട് നല്ലൊരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം എന്താണെന്നറിയോ? ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന നിലയിൽ നമ്മൾ കാണിക്കേണ്ടുന്ന റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ ബിസിനസ്സിൽ താല്പര്യപ്പെടുന്ന ആൾക്കാരോട് നമ്മൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റിയാലിറ്റി എന്തോ ആവട്ടെ, ഇത് നമ്മൾ 5 മാർക്കിന് വളരെ ഭംഗിയായിട്ട് എഴുതുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും അല്ലേ? വളരെ സുഖമായിട്ട് നമ്മുടെ എക്സാമിന് നിങ്ങൾ 75 എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് 80 മാർക്ക് കിട്ടിയില്ലേ? അപ്പോൾ മറക്കണ്ട, നന്നായിട്ടിരുന്ന് പഠിച്ചോ. ടാറ്റ.